സ്പീഡ് കുറയ്ക്കാൻ പറ്റുമോ? സെൻസിറ്റിവിറ്റി, the only settings you actually need. ഇങ്ങനെ എന്തൊരു വലിവ് പോലെ അവിടെ എന്താ ലാവ. You died a stupid death. മനഃപൂർവ്വമായിരുന്നല്ലോ. എന്നിട്ട് അവന്മാരത് പറഞ്ഞു യു ഡൈഡ് ഓഫ് എ സ്റ്റുപ്പിഡ് ഡെത്ത് എന്ന്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇഴഞ്ഞു പോകാൻ പറ്റുമോ? ഇല്ല. പിന്നെന്താ ഇപ്പൊ? ചാടി ചാടി പ്രാവശ്യം പോണ മനഃപൂർവ്വമല്ലേ ഇപ്പൊ ഈ കാണിച്ചത്? ലാവയുടെ മണ്ടക്കൂടെ മറ്റേ റോഡ് കുഴിയും ലാവ ഇത് കണ്ട. അവസാനം കാണിച്ചു തരാം. ലാവയെ കൂടെ നമുക്ക് പോകാൻ പറ്റും. പച്ച റോഡ്, റേജ് ബേറ്റ്. ഇനിയിപ്പോ എന്താ ഇവിടെ? നമ്മള് വന്ന സ്ഥലമല്ലേ? വേറെ എന്തെങ്കിലും ഇവിടെ കാണുമല്ലോ. ഇവന്മാര് ഫുള്ള് ഇതിനകത്ത് ഉടായിപ്പ്. വായിച്ചു. അങ്ങോട്ട് പോകുന്നത് എനിക്കറിയാം. അവിടെ മനഃപൂർവ്വം ഇത് ഉണ്ടാക്കിയത് ആരാണോ? എന്താണുള്ളത്? ഇവിടുന്ന് ചാടിയ പോരെ? Nice jump, I guess. അക്കല്ലേ അക്കല്ലേ, പുഷ്പം പോലെ ഞാൻ തീർക്കും. ഒന്ന്, രണ്ട്, മൂന്ന്. ഇതെല്ലാം ചാടും. മാക്സിമം എഫർട്ട്. മൂന്ന്. നാല്. അമ്മ എടുത്താ കളി. Come now, you really should have seen that coming. മനഃപൂർവ്വമായിരുന്നത്, മനഃപൂർവ്വം. എന്തെന്നാ അതിപ്പോ? മാക്സിമം എഫർട്ട്. ഒന്ന്, രണ്ട്, മൂന്ന്. ഇങ്ങോട്ടല്ലേ നീച്ച? അവന്റെ മോനെ. അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് മനസ്സിലാക്കാൻ സമയമെടുത്തു. പക്ഷെ
You were impaled by a flying bed of spikes. How quirky. ഇത് കണ്ടില്ലല്ലോ ഇത് പറഞ്ഞു വരുന്നത്. ഇതല്ല, ഇങ്ങോട്ടാണ്. ഇവന്മാര് ലൈക്ക് മനഃപൂർവ്വമാണ് നമ്മളെ ഇങ്ങനെ പ്ലീസ് പ്ലീസ്. അപ്പൊ ആ ലെവൽ എങ്ങനെ ജയിക്കുന്നത്? നോക്കാം അത് വരുമോ എന്ന്. നമ്മുടെ അടുത്ത ആ കളി. എടാ പോടാ. വാ. വാ വാ. പോ. മറ്റേതപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല ഇപ്പോഴും. ഓ സെയിം പരിപാടി തന്നെ. എന്റെ ബാക്കിൽ പോവുക. എവിടാ കുഴിയും മണിയൊന്നും ഇല്ലേ? Careful. You should really watch your step. ഒരു പൊന്നെണ്ണ, ഇത് ഉണ്ടാക്കിയവൻ മനഃപൂർവ്വം നമ്മളെ ചൊറിയാൻ വേണ്ടിയാണ് ഈ ഗെയിം ഉണ്ടാക്കിയിരിക്കണത്. ഇവിടെ ഇത് നെക്സ്റ്റ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിലോട്ട് പോകാൻ പറ്റും. ബാക്കിൽ അവൻ കുഴി കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് പോകും, ആ കുഴി വീഴുകയും ചെയ്യും. വരുന്നില്ലേ? ലാവ ലാവ ലാവ. ഇത് ലാവല്ലേ? Whoops, I had the gravity turned off. Okay, it's back on this time. എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. എന്ത് ഇത് സിമ്പിൾ. ഇപ്പൊ ഞാൻ ചടിച്ചു തരാം. 3, 2, 1 ഗോ. പറഞ്ഞില്ലേ എത്രയേ ഉള്ളു. അവന്മാരെ കുറെ കുറച്ച ലെവല്. It is heavily implied that you were eviscerated by a saw blade. തന്നെ എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞോളൂ. എന്താണ് പറയാനുള്ളത്? As for both legal and personal reasons, I'm going to be vague about this for. എന്താണ്? I also wasn't even sure where should I tell you. Yes. So I apologize if you are in the middle of something. അതെ കഷ്ടപ്പെട്ട് ഞാനത് എത്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഈ ക്രിയേറ്റർ ഇവന് തലക്കെന്തോ പ്രശ്നമായിരുന്നു. If you end up beating this, that'd be all most of you want.
Rage baited speak. മതി. But even if I wanted to explain why I'm asking, ഇതൊന്ന് കഴിയടോ, കളിക്കട്ടടോ. എന്തെന്നാ ഇത്? കഴിഞ്ഞ ആ ഓക്കെ. പ്രത്യക്ഷം ഇവിടെ വന്നിട്ടാണ് അത് അപ്രത്യക്ഷമാകുന്നത്. ഓക്കെ. ഓക്കെ, ഇനി ഫോക്കസ് ചെയ്ത് കളിക്കാൻ സമയമായി. കുറെ നേരമായിട്ട് ഈ നാറുകൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചാട്. ഇവിടെ ചെമ്പ്. ഇപ്രാവശ്യം എന്തായാലും ഇത് കയറിപ്പോയേ പറ്റത്തുള്ളൂ. കുറെ നേരമായിട്ടിട്ട് ചൊറിയുന്നു. എന്നാ 2 ഞാനത് പോയതാണ്. അത് മനഃപൂർവ്വം എന്റെ തല കൊണ്ടിട്ടതാ. എന്തെന്നാ ഇത്? നമ്മളെടുത്താകാം. എങ്ങനെ ഇത് ക്രോസ് ചെയ്ത് പോകാൻ? ഇത് എന്തോന്നിത്? ഓ, ഇവിടം തൊട്ട് വീണ്ടും ഫോക്കസ് ചെയ്യാതെ കളിച്ചിട്ടാണ് ഈ പ്രശ്നം. ഇതിപ്പോ 3, 2, 1 ഗോ. കാര്യമില്ല, മനഃപൂർവ്വമാണ്. എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഈ ഗെയിം മൈക്ക് ആക്സസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പറയുന്നൊക്കെ അതിന് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ 1, 2, 3. ഓക്കെ, സെറ്റ്. ഇനി ഞാൻ കാണിച്ചു തരാം. പപ്പടം വാരി എറിയുന്ന പോലെ വരും. ഇവിടെ എന്തോ ചെയ്യേണ്ടത്? ഇവിടെ എന്തോ ചെയ്യാന്? പറ. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ഇതെന്താ ഇത്? അവിടെ മറ്റേ പപ്പടം വാരി എറി. ഇനിയിപ്പം ചാടണ്ടായിരിക്കും. ലാവല ഇറങ്ങി കഴിഞ്ഞാൽ പറഞ്ഞ കേട്ടാ, മനഃപൂർവ്വമാണത്.
എനിക്കറിഞ്ഞൂടെ ഇത് ഞാൻ എന്തിനാണ് ഈ ഗെയിം കളിച്ചെന്ന് തന്നെ. ഇത് അപ്പൊ ഇത്തവണ ലാവ തന്നെയാണ്. ഇറ്റ് അപ്പിയേഴ്സ് യു സക്കറ്റ് പ്ലാറ്റ്ഫോമിങ്. ഇവന്റെ ഒക്കെ കൊണ കണ്ടില്ല എന്റെ അമ്മ. എന്തിനൊക്കെ പ്ലാറ്റ്ഫോമിങ് എങ്ങനെ പറയണത്? അത് മുങ്ങിക്കൊണ്ടിരിക്കും. ലൈക്ക് റിയലി ബാഡ്ലി സ്റ്റക്ക്. ഇതിനകത്ത് ഒന്നും പറയാനില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. ചൊറിഞ്ഞോണ്ട് ഓ ഭാഗ്യം, ഞാൻ വിചാരിച്ച അറ്റത്തു താഴെ വീണെന്ന്. സിമ്പിൾ ലെവൽ. Oh, beware of spiders, by the way. എന്തിനാണ് രണ്ടാമതും അതേ സ്പോട്ടില്? ഇവിടെ ഒരു വരയുണ്ടല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഐ ഡോണ്ട് നോ. ഇവിടെ ഒരു തവണയെങ്കിലും വായിക്കാനുള്ളൊരു സമയം താടി. അതെന്താ വരുന്നത്? ഓക്കെ, ഇത്തവണ അത് വായിക്കാൻ പറ്റുമല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. സ്പൈഡർ വരുമെന്നല്ലേ പറഞ്ഞത്? വരട്ടെ. ഇവിടെ എന്തോ ട്രിഗർ കൊടുക്കുന്നുണ്ട് അത് വരാൻ വേണ്ടി. പക്ഷെ അതെന്താന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ മണ്ടക്കൂടെ ചാടണോ ഇനി? ചാടുകയാ ചെയ്യുന്നത്. പാടാ വരാത്ത എന്താ? സ്പൈഡർ എന്താ വരാത്തെ? എന്തായാലും ഹെൽപ്പ് ചെയ്യണേ. എഴുതിയിട്ടില്ല ഇവിടെ. 3, 2, 1 ജമ്പ്. അറിഞ്ഞൂടാ സത്യമായിട്ടും. ഇവന്മാര് വട്ടാക്കുകയാണ് നമ്മളെ. സിമ്പിൾ ആയിട്ടൊരു കാര്യം കാണിച്ചത് കണ്ടോ? സെറ്റിംഗ്സ് എടുക്കുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ടോ? ഓൺലി സെറ്റിംഗ് യു ആക്ച്വലി നീഡ്. ഇത്രയൊക്കെ മതി, ഇതിൽ കളിച്ചാൽ മതി എന്ന് പറയില്ല. നമ്മളെ ട്രോളുകയാണ് ഗെയിം. ചരിഞ്ഞു പോകാനും പറ്റൂല. ഇപ്പൊ എന്താ ചെയ്യുക? ഇതിന് നടന്ന് ക്രോസ് ചെയ്യുമ്പോഴാണോ പ്രശ്നം? ചാടി ക്രോസ് അവരല്ലേ ബുദ്ധി. എനിക്കറിയാം. അതിപ്പോ സെറ്റാക്കി തരാം. I wonder what red means. എനിക്ക് മനസ്സിലായില്ല. ഒരു ഐഡിയ തരാം. ഇവിടെ എഴുതിയിട്ടുണ്ടോ?
1 2 1 2. എനിക്ക് എന്തോ ഒരു ചെറിയ ഐഡിയ കിട്ടുന്നത് എന്താ സംഭവിക്കുന്നത്. ഇവിടെ നിൽക്കുക, കണ്ടാ? പച്ചയാകുമ്പോ നമ്മൾ നിന്ന് കൊടുക്കരുത്, പച്ചയിൽ ഓടി തന്നെ കാരണം. കൺഫ്യൂഷൻ ആയല്ലോ. പച്ചയിൽ ഓടിക്കാരണം റെഡിൽ നിന്ന് കൊടുക്കണം, പച്ചയിൽ ഓടിക്കാരണം റെഡിൽ നിന്ന് കൊടുക്കണം. Gee, I wonder what green could possibly mean. എനിക്കെല്ലാം മനസ്സിലായി, എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം അത്. ചുമപ്പിൽ നിന്ന് കൊടുക്കുക, പച്ചയിൽ നമുക്ക് ഓടാൻ പറ്റും. ചുമപ്പ് പോയി, ചുമപ്പ് വന്നു, അത് കഴിഞ്ഞ് പച്ച. ദൈവങ്ങളെ, ഓരോ നിമിഷവും ഇതിന്റെ ലോ മാറ്റുവാന്ന് തോന്നുന്നു. കൺഫേംഡ്, മാറ്റി. നമ്മൾ അനങ്ങാൻ പാടില്ല, ചുമപ്പ് വരുമ്പോഴത്തേക്ക് അനങ്ങാൻ പാടില്ല. നിക്ക്, പച്ചയിൽ ഓടാൻ പറ്റും. ഇവിടെ വരുമ്പോഴാണ് ഇത് കൺഫ്യൂഷൻ ആകുന്നത്. ചുമപ്പില് ഓടാൻ പാടില്ല, പച്ചയിൽ നമുക്ക് ഓടാം. ഓടിക്കോടിക്കോടിക്കോടിക്കോ. ഞാൻ ഇതേതാ ഈ കളർ? ഇതിനകത്ത് ഇപ്പൊ എന്താ ചെയ്യുക? ഇനി അടുത്ത് എന്ത് കുരുക്കാ വെച്ചേക്കുന്നത്? അതത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല. പറഞ്ഞു തീർന്നില്ല, അത് കിടിലനായില്ല. ഓ, എന്താ സുഖം. ചാടുക, കുനിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ഓടി വെക്കുക, ചാടിക്കഴിഞ്ഞാൽ തലയിലിട്ട്. ഓക്കെ, ഇപ്പം കത്തി, ഇപ്പം കത്തി, ഇപ്പം ഇത് ശരിയാക്കി തരാം. നമ്മള് മൂവ് ചെയ്യാൻ പാടില്ലെന്ന് തോന്നുന്നു അവിടെ. അതാണ് എന്റെ രൂഹ ശരിയാണെങ്കിൽ അവിടെ മൂവ് ചെയ്യാൻ പാടില്ല. ഇനി അതും അല്ലെങ്കിൽ യവന്മാര് നമ്മളെ മൂഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പിടിയിൽ എങ്ങനെ ഈ ലെവൽ കംപ്ലീറ്റ് ആക്കുമെന്ന്. ഞാൻ തന്നെ ചാടിയല്ലേ ആ വെടി കൊണ്ടത്. ചാടാൻ പാടില്ല, അനങ്ങാതെ നിൽക്കുക. ജനറേറ്റഡ് സാധനമാണോ അത്? കിട്ടി കിട്ടി, ജമ്പ്. വൺ മോർ ട്രൈ. ആ ലോജിക്കാനാണ് വർക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജമ്പ്. എന്തേലും ഒരു ക്ലൂ തരിക. Oh well, this is awkward.
it would appear that you've taken so long to beat this map that the turrets actually ran out of ammo. Honestly, നല്ല I don't even know who this is more embarrassing for, you or me. Let's just, uh, let's just agree not to talk about it after this. If that's okay with you. അല്ല ഇമ്മാതിരി ലൊട്ട സാധനം ഇട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ലൊട്ട വർത്താനം പറയുന്ന. ഒന്നും സംഭവിക്കുന്നില്ല. പേടിപ്പിക്കാൻ വെച്ചതല്ലേ. അത് തന്നെ. ഇനിയിപ്പ എന്താ? പീരങ്കി, ബോംബോ എന്താ? Thank God, ആ ലെവൽ തീർന്നല്ലോ. അടുത്ത ഇവിടെ ആയിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. ഒറ്റ പോലെ ലൊട്ട പരിപാടി കാണിക്കുന്നത്. ശിവനേ. എന്റെ പൊന്നടാ, എന്തൊരു കാണിക്കുന്നത്. എവിടെ പോയി ഈ മൈ? എന്തോ കൊന്നു. എവിടെ എവിടെ? വീണ്ടും പോയി. മനഃപൂർവ്വമാണല്ലേ. ഞാൻ ഇവിടെ മറ്റേ ലൂപ്പില് പെട്ടേക്കാണ്. പട്ടികൊര, അവന്റെ മാമന്റെ പട്ടികൊര. പരം വേദന എടുക്കുന്നു, കൈവേദന എടുക്കുന്നു. ഇതിനൊരു അന്ത്യമില്ലേ ദൈവമേ? ഒന്ന് ഈ കോപ്പിനകത്തൂടെ കേറിയാലേ നമുക്ക് നെക്സ്റ്റ് ലെവൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവന്മാർ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് മാറ്റി മാറ്റി കളിച്ചോണ്ടിരിക്കുക. എന്തോ പറയാനാ നോക്കണേ. ഐ മീൻ ട്രോൾ ഫൈനാണ്. ഇത് ട്രോളല്ല, ഇത് നമ്മളെ ആസാക്കുകയാണ്. എന്തെന്നാ ഇത് ഇതിലും എന്താ ചെയ്യണ്ട? എനിക്കൊരു പിടിയിൽ ഇവിടെ നിന്നാലോ? നിന്ന് ഞാൻ പറഞ്ഞു, വായിക്കാനുള്ള സമയം താടാ, വായിക്കാനുള്ള സമയം താ. ക്ലൂ വരുന്നതാണ്. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തങ്ങ് വിട്ട് കളയും ക്ലൂ. ഇവിടെ ഉണ്ടായിരുന്നു, അതിപ്പോ പോയി. എടോ പല നാറുകളെ പറയാൻ നേരം. ലൊട്ട ലെവല്. പ്ലീസ് ടൈപ്പ് yes or no. Yes. Did your first? No. Lotta. Do you agree the jump scare can be funny when it's no? Would you agree that most of the trolls have been fair? No. Are you enjoying the game so far? No. Do you know anyone such as friend or family who might enjoy the game? ആരുമില്ല. എന്താ ലൊട്ട ഗെയിം ആരും കളിക്കരുത്. No. Do you know there are multiple secret endings to this game? No. Do you eat before playing the game? No. ഇല്ലാത്തിൻ. അടുത്ത കണ തുടങ്ങി. അടുത്ത റേജ് ബേറ്റ് ഇട്ട് തുടങ്ങി അവന്മാര്.
Did you shower today? Yes. Did you shower yesterday? Yes. Will you shower tomorrow? Yes. Are you subscribed to Mr. Beast? Yes. Have you watched anime? Of course. Yes. Did you miss your ex? No. Are you sure? No. Do you think you're a good person? Yes. Do you donate to charity? ഉള്ളപ്പം കൊടുക്കും, ഇല്ലാത്തപ്പോ ഇപ്പൊ എന്ത് ചെയ്യാനാ? Yes. Do you ever done anything illegal? അതിപ്പോ ഇല്ലീഗൽ എന്നുള്ള ഡെഫിനിഷൻ എന്ത് രീതി? No. Have you answered all of the questions truthfully? Yes. Has anyone ever described you? No. Type as fast as you can. Yes. Okay, now you've got to admit, I kind of cooked there, getting you to type yes enough times so that the backwards movement from pressing the S key on your keyboard made you fall backwards into a pit of spikes that you already knew were there. That's cinema. In fact, since I'm sure this death was particularly embarrassing, I believe it's only appropriate to commemorate it with a song. Oh, you died. Wow, 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 you died. പാട്ട് നിർത്തടോ. നിർത്തി. അവന്മാരുടെ കോപ്പിലെ ക്വസ്റ്റ്യനെയറും ആളെ പടിയാക്കാനുള്ള കുറെ സാധനങ്ങൾ. ഡട്ട ലെവല്. പടേ ഇപ്പോ മുമ്പ് ഇവിടെ എന്താ ചെയ്യുക? പഠിപ്പിച്ചല്ല കുഴി ചാടിക്കാനല്ലേ? ഒരബദ്ധം ഒരാൾക്ക് ഒരിക്കലേ പറ്റത്തുള്ളൂ. നിരന്തര അബദ്ധം പറ്റണം. അങ്ങനെ മണ്ടൻ സ്ട്രൈറ്റ് ലൈൻ തന്നെ. ഇത് മറ്റേ ചലന്തി വരുന്ന സാധനമല്ലേ? അയ്യോ, പറഞ്ഞിട്ട് അതിന്റെ മണ്ടയ്ക്ക് പോയിട്ടില്ല. ഈശ്വര. 3, 2, 1 go. 3, 2, 1 go. This time, okay. 3, 2, 1 go. 3, 2, 1 go. Yes. അമ്മ, ഇത് ഉണ്ടാക്കിയവന്റെ തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഈ ഗെയിം ഉണ്ടാക്കിയത് ഇതെന്താ ഇതിന്? എന്റെ പൊന്നു തമ്പുരാനെ. ഇവന് തലയ്ക്കെന്തോ ഓളം ഉണ്ടായൊരു സമയത്ത് അങ്ങാണ്ട് ഇറക്കിയതാണിത്. ഇതെന്താ ഇത്? എന്തോടെ ചെയ്യണ്ടേ? ഓക്കെ. എനിക്ക് മനസ്സിലായി. നമ്മൾ ഇതിലേറി കയറി പെട്ട് കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ എന്ത് ചെയ്യണം?
നമ്മളെ പുളിസ് ഹാപ്പി. സംഭവം എനിക്കിപ്പോ പിടി കിട്ടി. ഇനി അവന്മാർക്ക് എന്നെ പൊട്ടിക്കാൻ പറ്റൂല. ഇപ്പൊ അല്ല പിടി കിട്ടി. ഇത് പോകുന്ന വഴിക്ക് നമ്മൾ ഈ വക്കത്ത് കയറി നിൽക്കണം. 3, 2, 1 ഗോ. ഒരു തെറ്റാർക്കും പറ്റാം, അപ്പൊ കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം ഇത്തവണ എന്തായാലും പൊളിക്കും. കേറ് കേറ് കേറ്. ഓക്കെ ഡൺ. ഇതിന് സ്ട്രൈറ്റ് പോവുക. ടേൺ. നമ്മൾ ഉണ്ണിപ്പഴിച്ച ഗുണമെന്നാണ്. ഡൺ. ഇവൻ ഒന്നുകൂടെ വരട്ടെ. ഒന്ന് വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ ബാക്കിൽ. ഓക്കെ 3, 2, 1 ഗോ. ശരിയാകും. ശരിയാകാതെ ഇവിടെ പോകാൻ ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. രണ്ടബദ്ധം. ഒന്നുകൂടെ വന്നിട്ട് എന്തായാലും നമുക്കിവിടെ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അടിച്ച് നമ്മളെ അതിന്റെ കൂടെ തൂഫാനാക്കി കൊണ്ടുപോകും. ജസ്റ്റ് മിസ്. എനിക്ക് അണ്ണം പോട്ടെ. അങ്ങോട്ട് ഓടിക്കാറാൻ പറ്റത്തില്ലെന്ന് ഉറപ്പായി. സി അതാണ് നമ്മൾ ഓരോ തവണ പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വരട്ടെ ഒന്നുകൂടെ വന്നിട്ടേ നമുക്ക് ഈ കാര്യങ്ങൾ നീക്കാൻ പറ്റത്തുള്ളൂ. ഫോണോ ഇയർഫോണ്ട്. ഇങ്ങനെയുള്ള ഒറ്റ ഗെയിം നമ്മൾ സമാധാനത്തിൽ ഇരുന്ന് കളിച്ചാലേ കാര്യം നടക്കുള്ളൂ. ഇതിനിപ്പോ ഞാനിപ്പോ ഇവിടെ കിടന്ന് തുള്ളി മറിഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്റെ സമാധാനം പോകത്തേ ഉള്ളൂ. ഇവന്റെ ബുദ്ധിയെ ഞാനിപ്പം കാണിച്ചുതരാം. വാ 1 കേറി. ഇനി അത് പോന്ന സമയത്ത് ഇറങ്ങുക. ഡെവലപ്പർ അവന്റെ അമ്മ ചലന്തിനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വയ്യാതാ. ഓക്കെ ഇവിടെ കയറി. ഇനിയിപ്പോ മനസ്സ് ക്ലിയർ ആക്കിയിട്ട് അവിടെ ചലന്തിയും ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയോട്ടെ ഞാൻ. അതെങ്ങനെയുള്ള സമയം എന്താ? ചേട്ടാ എന്തെന്നാ ഇതിപ്പോ? എന്റെ കൺട്രോൾ ഇവന്മാര് മനഃപൂർവ്വം കളയുന്നതാണ്. ഓക്കെ നടുക്ക്. ഓക്കെ ഇത്രയൊക്കെ നമ്മൾ മണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു കാര്യമുണ്ട്. അതിന്റെ എഡ്ജിൽ പോയി നിൽക്കുക. ആ പറയുന്ന സ്റ്റോമിന്റെ എഡ്ജ് അവിടെ വയ്ക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കയറ്റിക്കോളും. അല്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് വീണ്ടും കയറി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് വന്നിട്ടേ പോകാവൂ. കാരണം അത്ര ടൈം നമുക്കത് തരൂല. പ്ലീസ് 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 സെറ്റ്. ഓക്കെ ഇവിടെ മറ്റേ ഒരു കാര്യം ചെക്ക് ചെയ്യണം. ഞാൻ ഇപ്പൊ ഇതിന്റെ മണ്ടക്കിരുന്ന് എത്ര സമയം കളഞ്ഞു എന്ന് എനിക്കൊരു പിടിയില്ല. എന്തായാലും നല്ല മാരക അടിപൊളി ഗെയിം. അതിന്റെ കിളി അത് 4 സൈഡിൽ നിന്നും പറക്കുന്നുണ്ട്. ഇനി കുറച്ച് മനസ്സമാധാനം വേണം. ഇനി ഇത് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ സമീപനം തെറ്റ് എനിക്ക് വട്ടായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പാർട്ട് 1 എന്നുള്ള രീതിയിൽ ഇവിടെ അവസാനിപ്പിക്കാം. പാർട്ട് 2 എന്തായാലും ഉടനെ തന്നെ സെറ്റ് ആകണം. കാരണം ഇത് ബീറ്റ് ചെയ്യണമെന്ന് ഇപ്പൊ ഇതെന്റെ ഈഗോ പ്രശ്നമായി മാറിയേക്കണം. കാരണം ഇതിന്റെ ഡെവലപ്പർ അതേ രീതിയിലാണ് നമ്മളെ ഈ ഗെയിമിൽ കൂടെ ട്രോളുന്നത്. പാർട്ട് 2 വേണ്ടി അടിയോ ഹasta la vista.